ജയിൽവാസമൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോബി ചെമ്മണ്ണൂർ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ്. ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലെല്ലാം മൂപ്പരുടെ വാർത്തയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയാഗ്രാജിൽ നടന്ന കുംഭമേള ഉണ്ടല്ലോ, ഈ കുംഭമേളയിൽ വളരെ ശ്രദ്ധ നേടിയ നമ്മുടെ മൊണാലിസ, ആ മൊണാലിസയെ കോഴിക്കോട് കൊണ്ടുവരാൻ പോവാണ് നമ്മുടെ ബോബി ചെമ്മണ്ണൂര്. മുമ്പ് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം എങ്ങനെയാണോ മറഡോണയെ കൊണ്ടുവന്ന് തൻ്റെ ബ്രാൻഡിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചത്, അതേപോലെ തന്നെ ഒരു ബിസിനസ്സുകാരൻ്റെ കാഞ്ഞ ബുദ്ധി ഇതിൻ്റെ പുറയിലുണ്ട്. ശരിക്കും വേറൊരു രീതിയിൽ നോക്കിയാൽ ബോബി ചെമ്മണ്ണൂരിൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് അത് വിമാനമല്ല, റോക്കറ്റാണെന്ന് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഹണി റോസായിട്ട് ബന്ധപ്പെട്ട കേസിൽ പോലും ബോബി ചെമ്മണ്ണൂർ നൈസായിട്ട് തടിയൂരി. കാരണം ഏറിപ്പോയത് അത്രയും ഹണി റോസാണ്. അവിടെ വിമർശനങ്ങൾ കൂടുതൽ നേരിടേണ്ടി വന്നതും ഹണി റോസാണ്. എന്നാൽ ബോബി ചെമ്മണ്ണൂര് സത്യത്തിൽ അവിടെ ഒരു നന്മമരമായിട്ട് തന്നെയാണ് മാറിയത്. ബോബി ചെമ്മണ്ണൂര് കുറെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, കുറെ പൊട്ടത്തരങ്ങളും ചെയ്യുന്നുള്ള ഒരു മനുഷ്യൻ എന്നതിനപ്പുറം ഒരു അമാനുഷികനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ മൂപ്പരുടെ ചില പ്രവർത്തികൾ എന്റർടൈൻമെന്റ് ഒക്കെ ഉള്ളതാണ്. അതോടൊപ്പം തന്നെ ബിസിനസിന്റെ വ്യൂ പോയിന്റ് നോക്കുമ്പോൾ ബ്രില്യൻ്റ് ആയിട്ടുള്ള മൂവാണ്. ഈ പെൺകുട്ടിയുടെ കാര്യം തന്നെ എടുക്കാം, മൊണാലിസ. മലയാളികൾക്ക് വളരെ, എനിക്ക് തോന്നുന്നു, വളരെ ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഇപ്പോൾ മൊണാലിസ. നാളെ അതിൻ്റെ കാര്യം എന്താകുമെന്ന് ദൈവം തമ്പുരാൻ അറിയാം. കാരണം എടുത്തങ്ങ് ഉയർത്തുന്നതും നമ്മളെ, എടുത്ത് താഴെ ഇടുന്നതും നമ്മളെ, അതാണല്ലോ മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ തൽക്കാലം മൊണാലിസ വരുമ്പോൾ വൻ ജനക്കൂട്ടം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കോഴിക്കോടാണ് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെബ്രുവരി 14 തെരഞ്ഞെടുത്ത ദിവസം തന്നെ വാലന്റൈൻസ് ഡേ ആണ്. ഫെബ്രുവരി 14 ഒരു സുന്ദരി എന്ന് പേര് കേട്ട, ഇന്ത്യയിലൊട്ടാകെ സൗന്ദര്യത്തിന് പ്രശസ്തി നേടിയിട്ടുള്ള മൊണാലിസയെ തന്നെ കൊണ്ടുവരുമ്പോൾ അതൊരു ബിസിനസ്സുകാരന്റെ കാഞ്ഞ ബുദ്ധിയാണ്. ബോബി ചെമ്മണ്ണൂരിന്റെ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടാണ് ഈ പെൺകുട്ടിയെ കൊണ്ടുവരുന്നത്. ഇത് ഒരുപക്ഷെ ഇന്നത്തെ സിനിമാ താരങ്ങളോടൊക്കെയുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു പ്രതിഷേധം കൂടിയാകാം. അങ്ങനെയും അതിനൊരു വശമുണ്ട്. ഈ മൊണാലിസ എന്ന് പറയുന്നത് ഒരു സാധാരണ പെൺകുട്ടിയാണ്. ഒരുപക്ഷെ ഭാവിയിൽ ഒരു വലിയ സിനിമാ താരമൊക്കെ ചിലപ്പോൾ ആയേക്കാം. ഇപ്പോൾ ഏതൊക്കെയോ ഓഫറൊക്കെ ആ കുട്ടിക്ക് വന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ മൊണാലിസയെ കൊണ്ടുവരുന്നതിലൂടെ ഒരു പ്രതിഷേധം കൂടിയാകാം. അതായത് തൻ്റെ ബ്രാൻഡിന് ഇവിടെ ഒരു സിനിമാ നടിയെ കിട്ടിയില്ലെങ്കിലും അങ്ങ് ഉത്തരേന്ത്യയിൽ നിന്ന് വരെ ആളെ കൊണ്ടുവരാൻ എനിക്ക് പറ്റും, അതും വളരെ ശ്രദ്ധ നേടിയ ഒരാളെ തന്നെ കൊണ്ടുവരുന്നു. ഇപ്പോൾ ഒരു ഫിലിം സ്റ്റാറിന് കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കേണ്ടി വരത്തില്ല. അപ്പോൾ ഒരു ബ്രില്യൻ മൂവ് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു തിരിച്ചുവരവായിരിക്കും ഇത്. കാരണം ഇതൊരു ബിസിനസ് വ്യൂ പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്രില്യൻ മൂവാണ്. ഒരുപാട് മലയാളികൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അത് അവരുടെ സൗന്ദര്യത്തിന്റെ പേര് മാത്രമല്ല, നിഷ്കളങ്കതയുടെ പേരിലും ഒക്കെ ഏറെ ചർച്ചയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് മൊണാലിസ. ഒരു നാച്ചുറൽ ഇന്ത്യൻ ബ്യൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം മാധ്യമങ്ങളൊക്കെ പുകഴ്ത്തിയ ആളാണ്. 15 ലക്ഷം രൂപയ്ക്കാണ് മൊണാലിസ ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡറായിട്ട് എത്തുന്നതെന്നാണ് ദേശീയ മാധ്യമങ്ങളിൽ പോലും വാർത്ത വന്നിരിക്കുന്നത്. ഇവിടെ ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ഈ ഒരു ഒറ്റ തീരുമാനം എടുത്തതിലൂടെ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ഉത്തരേന്ത്യയിൽ വരെ പ്രസിദ്ധനായി എന്നുള്ളതാണ്. അതായത് രാജ്യാന്തര തലത്തിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള മാധ്യമങ്ങളിൽ പോലും. കാരണം മൊണാലിസ ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ വളരെയധികം റേറ്റിംഗ് ഉള്ള ഒരു പേരാണ്. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു പേരിന് ഭയങ്കരമായിട്ടുള്ള വായനക്കാരും കാഴ്ചക്കാരുമുണ്ട്. അവർ വളരെ പോപ്പുലറാണ് ഇപ്പോഴും. അപ്പോൾ അവർ ഒരു കേരളത്തിലെ ഒരു വലിയ ബ്രാൻഡിന്റെ ആളായിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ, ഒരു സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടി, ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി പെട്ടെന്ന് കേരളത്തിലെ ഒരു വലിയ ബ്രാൻഡിന്റെ ഒരു അംബാസഡർ ആയിട്ട് വരുന്നു എന്ന് പറയുമ്പോൾ അതിന് വലിയ വാർത്താ പ്രാധാന്യമുണ്ട്. ഈ വാർത്താ പ്രാധാന്യമാണ് ബിസിനസ്സിൽ ചാണക്യ ബുദ്ധികൾ പയറ്റി തെളിഞ്ഞ നമ്മുടെ ബോബി ചെമ്മണ്ണൂരിന്റെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയിപ്പോൾ മോഡലിംഗ് രംഗത്തും സിനിമാ മേഖലയിലുമൊക്കെ സജീവമായിട്ട് വരാൻ പോകുന്ന ആൾ കൂടിയാണ് മൊണാലിസ. അപ്പോൾ അവരെ തന്നെ പിടിച്ച് തന്റെ ബ്രാൻഡിന്റെ അംബാസിഡർ ആക്കിക്കൊണ്ട് ശരിക്കും ഉത്തരേന്ത്യൻ മനസ്സിൽ കൂടി ഒരു സ്ഥാനം നേടാനുള്ള ബോബി ചെമ്മണ്ണൂരിന്റെ ബുദ്ധിയാണ്. ഒരു കാര്യത്തിലെ ബോബി ചെമ്മണ്ണൂരിനോട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം എന്ത് പേരിലാണെങ്കിലും, അത് അദ്ദേഹത്തിന്റെ ബിസിനസ് ബുദ്ധിയാണെങ്കിലും എന്താണെങ്കിലും, ഒരു സാധാരണക്കാരിയായിട്ടുള്ള പെൺകുട്ടിക്ക് പോലും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സോക്കോൾഡ് സൗന്ദര്യത്തിന്റെ ആളല്ല. അതായത് വെളുത്ത നിറത്തിനാണ് സൗന്ദര്യം എന്ന് കരുതുന്ന ഒരു ലോകത്ത് അതല്ല ഒരു ഇന്ത്യൻ ബ്യൂട്ടി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു പെൺകുട്ടി അവരിങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് വരുന്നു എന്ന് പറയുന്നത് നല്ല കാര്യമാണ്. അവർക്കൊരു നല്ല ലൈഫ് അതിലൂടെ കിട്ടുമെങ്കിൽ നല്ല കാര്യമാണ്. ഇപ്പോൾ കോടതിയിൽ നിന്ന് 2 കൊട്ടൊക്കെ കിട്ടിയ സ്ഥിതിക്ക് ബോബി ചെമ്മണ്ണൂരിന്റെ ഡബിൾ മീനിങ് കമന്റുകളും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആ പെൺകുട്ടിക്കും കിട്ടും. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്ട്രാറ്റജിക്കലി ഒരു നല്ല മൂവായിട്ട് ഇത് തോന്നുന്നു. പ്രേക്ഷകരുടെ വലിയേറെ അഭിപ്രായങ്ങൾ എഴുതൂ. ബോബി ചെമ്മണ്ണൂരിന്റെ ഒരു കാഞ്ഞ ബുദ്ധിയാണോ ഇത് അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവിന് കാരണമാകുമോ? തീർച്ചയായിട്ടും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.